നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. നേരം വൈകുന്നേരമായി. മനക്കിൽ നിന്നും 2 പണിക്കാരെത്തി. പാക്കനോടും മകനോടും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അവരെ അറിയിച്ചു. "പോ വരാം, നിങ്ങൾ മുമ്പേ നടന്നോളി," പാക്കനാരാണ് പറഞ്ഞത്. "അപ്പോൾ നിങ്ങൾ മനക്കിലേക്ക് വരും ലേ?" പുച്ഛരസത്തിൽ പണിക്കാരിലൊരാൾ ചോദിച്ചു. "വരും, പക്ഷെ വരണത് പശുവിനെ കൊണ്ടുവരാനല്ല." "പിന്നെ തമ്പ്രാൻ എന്തിനാ വിളിച്ചത് എന്നറിയാൻ," പാക്കനാർ പറഞ്ഞു. "ഞാനും വരണോ?" തേയി പറഞ്ഞു. "നീ എന്തിനാ വരണത്?" "ഞാനും മോനും കൂടി പോയിട്ട് ക്ഷണം തിരിച്ചു വരാം," പാക്കൻ പറഞ്ഞു. "തിരിച്ചു വരുമ്പോൾ കൈയും കാലും ഒടിഞ്ഞിട്ടുണ്ടാവും," പൊട്ടിച്ചിരിച്ചുകൊണ്ട് പണിക്കാരിലൊരാൾ പറഞ്ഞു. തേയി പേടിച്ചു വിറച്ചു. "ഞാനും വരുന്നു." പാക്കനും തേയിയും പാക്കനാരും പടിപ്പുരയിലെത്തി. 2 കാര്യസ്ഥന്മാർ മുറ്റത്തിറങ്ങി. വെളിപ്പാടകലെ നിന്നു. ഉറക്കെ വിളിച്ചു ചോദിച്ചു. "പാക്കനല്ലേ?" "അതേമ്പ്രാ." "പശുവിനെ കൊണ്ടുപോകാൻ വന്നല്ലേ?" "അല്ലമ്പ്രാ." പാക്കനാരുടെ ശബ്ദം. പൂമുഖത്ത് വീട്ടിമര കസേരയിൽ ചാഞ്ഞിരിക്കുകയായിരുന്ന തമ്പുരാൻ തിരുമേനി ആ ശബ്ദം കേട്ടു. "ആ തെമ്മാടിയോട് മുറ്റത്തിൻ്റെ നടുക്ക് വന്ന് നിൽക്കാൻ പറയ്," തമ്പുരാൻ തിരുമേനി കൽപ്പിച്ചു. പാക്കനാർ മുറ്റത്ത് വന്ന് നിന്നു. "എടാ അസുരവിത്തേ, നിന്റെ പേരെന്താടാ?" "അടിയൻ അസുരവിത്തല്ല, പാക്കനാരാണ്." ദൃഢമായ ശബ്ദം. തമ്പുരാൻ തിരുമേനിയുടെ നെറ്റിച്ചൊളിഞ്ഞു. "ഇത്ര ചെറുപ്പത്തിലേ നീ ഇങ്ങനെ ആയാ വലുതാവുമ്പോൾ എന്താ സ്ഥിതി? ടോ രാമാ, ഇവന് കണക്കിനൊന്ന് കൊടുക്ക്, പണിക്കാരോട് പറയ്," തിരുമേനി കാര്യസ്ഥന്മാരോടായി കൽപ്പിച്ചു. കേൾക്കേണ്ട താമസം പണിക്കാർ ചാട്ടവാറുമായി പാക്കനാരുടെ അടുത്തേക്ക് പാഞ്ഞു. "ഒരു നിമിഷം നിൽക്കിൻ, ഇവനോടൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. എടാ, ചത്ത പശുവിനെ കൊണ്ടുപോകേണ്ട ഭാരം പറയേണ്ടതല്ലേ? ചത്ത പശുവിനെ കുഴിച്ചിടണം, അതാ വേണ്ടത്. ചത്തു ചീഞ്ഞ ഗോമാംസം പറയനെ കൊണ്ട് തീറ്റിച്ച തമ്പുരാന് പുണ്യം കിട്ടുമോ?" പാക്കനാർ തിരിച്ചടിച്ചു. "ഇനി കൊടുത്തേ. ആദ്യം അവനെ ഒന്ന് മുക്കാലി കെട്ട്. എല്ലാം പതുക്കെ മതി. ചെറുമച്ചാളയിന്ന് എല്ലാവരും വന്നോട്ടെ, കാഴ്ച കണ്ടോട്ടെ. എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ ഇത്," തമ്പുരാൻ തിരുമേനി തെല്ലുറക്കത്തന്നെ പറഞ്ഞു. തേയി മാറത്തടിച്ച് നിലവിളിച്ചു. പാക്കൻ കിടുകിടാ വിറച്ചു. ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. "അടിയൻ്റെ മകൻ്റെ തെറ്റ് പൊറുക്കൻ തമ്പുരാനെ. അവൻ കുട്ടിയാണ്, വിവരമില്ലാത്തവനാണ്. പശുവിനെ അടിയൻ കൊണ്ടുപോയിക്കോളാം. അച്ഛാ, ഇപ്പം തോൽവി സമ്മതിച്ചാൽ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കഴിയേണ്ടി വരും. അച്ഛനും അമ്മയും ധൈര്യമായിരിക്കും. ഞാനാണ് പറയണത്, ധൈര്യമായിരിക്കും. ടോ തമ്പ്രാനെ, പശുവിനെ കൊണ്ടുപോകാൻ കണ്ടിട്ടില്ല, അടിയനെ തല്ലിക്കോളി," പാക്കനാർ വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും അവിടെ ആളുകൾ കൂടി. "ഒരു പറയ ചെറുക്കനെ ഇതാ ശിക്ഷിക്കാൻ പോകുന്നു." അവനെ ഒരു മുക്കാലിയിൽ കെട്ടി. 4 പണിക്കാർ മുന്നോട്ട് വന്നു. അവരുടെ കയ്യിൽ ചാട്ടവാറുണ്ടായിരുന്നു. "അയ്യോ എൻ്റെ മോനെ!" തേയി മകൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു. പണിക്കാർ അവളെ പിടിച്ചു മാറ്റി. ഊക്കിലൊരു തള്ളു തള്ളി. തേയി കമിഴ്ന്നടിച്ചു വീണു. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.